കമൽഹാസന്റെ സ്ത്രീകളുമായുള്ള ബാന്ധവം വളരെ പ്രശസ്തമാണ്. കമൽഹാസൻ അതിലൊരു ആശാനാണ് എന്ന് തന്നെ പറയാം. പക്ഷേ കമൽഹാസൻ കഴിഞ്ഞാൽ ആർക്കാണ് ആ സ്ഥാനം തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമയിൽ ലഭിക്കുക എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കാർത്തിക്. നടൻ മുത്തുരാമന്റെ മകൻ കാർത്തിക്. കാർത്തിക് 1985 85ഓടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. പിന്നീട് അങ്ങോട്ട് സൂപ്പർ താരമായി മാറി. മണിരത്നത്തിൻ്റെ പടങ്ങളിലും മറ്റുമൊക്കെ കാർത്തിക് അനിഷേധ്യ സാന്നിധ്യമായി. നന്നായി നൃത്തം ചെയ്യാൻ അറിയാമായിരുന്നു കാർത്തികിന്. മാത്രമല്ല കോമഡിയും നന്നായി വഴങ്ങുമായിരുന്നു. കോമഡിയും സെൻറ്റിമെൻസും നൃത്തവും സംഘടനവും ഒക്കെ നന്നായി വഴങ്ങുന്ന കാർത്തികിനെ ഫാൻസുകാർ നവരസ നായകൻ എന്ന് വിളിച്ചു. കാർത്തികും ശ്രീപ്രിയയും തമ്മിലുള്ള ബന്ധമാണ് ശ്രദ്ധേയം. ശ്രീപ്രിയയും കാർത്തികും വിവാഹം കഴിക്കുമെന്ന വാർത്തകൾ പരന്നു. കുറേ കാലം ഇവർ ലിവിങ് ടുഗദർ ജീവിതമായിരുന്നു. പക്ഷേ കാർത്തിക് ശ്രീപ്രിയയെ തേച്ചു. കണ്ണീരും കൈയുമായി ശ്രീപ്രിയ കാർത്തിക് എടുത്തു കൊടുത്ത വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ ശ്രീപ്രിയ അനാഥയായ ശ്രീപ്രിയ അടുത്തത് വെച്ചത് രാജ്കുമാറിനെയാണ്. രാജ്കുമാർ സേതുപതി എന്നാൽ ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും രാജ്കുമാർ എന്ന പേരിൽ അഭിനയിച്ചിരുന്ന താരമാണ്. നല്ല സുന്ദരനായ രാജ്കുമാർ. കാർത്തികിനേക്കാൾ സുന്ദരനാണ് രാജ്കുമാർ സിനിമയിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ബിസിനസ്സൊക്കെ നടത്തി അങ്ങനെ സ്വസ്ഥമായി ജീവിക്കുകയാണ്. രാജ്കുമാറും ശ്രീപ്രിയയും തമ്മിൽ പ്രണയത്തിലാവുകയും രാജ്കുമാറിനെ ശ്രീപ്രിയ വിവാഹം കഴിക്കുകയും ചെയ്തു. ശ്രീപ്രിയ മലയാളികൾക്കും സുപരിചിതയാണ്. ഭാര്യയില്ലാത്ത രാത്രിയാണ് അവരുടെ ആദ്യത്തെ മലയാള ചിത്രം. പിന്നീട് 1000 ജന്മങ്ങൾ, അന്തർദാഹം, പരിവർത്തനം, അലാവുദ്ദീനും അത്ഭുത വിളക്കും, കർത്തവ്യം, അനുരാഗം, ഹിമം, കരിയില കാറ്റ് പോലെ എന്നീ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അതിൽ കരിയില കാറ്റ് പോലെ എന്ന പത്മരാജൻ ചിത്രം വളരെ ശ്രദ്ധേയമാണ്. അവർ നന്നായി അഭിനയിച്ച ഒരു ചിത്രമാണ് കരിയില കാറ്റ് പോലെ. തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലൊക്കെ ശരീര പ്രദർശനം കാണിക്കാനായിരുന്നു ശ്രീപ്രിയയുടെ വിധിയെങ്കിൽ മലയാളത്തിൽ അവരോട് ആവശ്യപ്പെട്ടത് അഭിനയശേഷി പരമാവധി പുറത്തെടുക്കാനായിരുന്നു. കരിയില കാറ്റ് പോലെ എന്ന ചിത്രത്തിൽ അവരുടെ അഭിനയശേഷി നന്നായി പത്മരാജൻ വിനിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് താളപ്പിഴകൾ സംഭവിച്ചു എന്നത് സത്യം. കാർത്തിക് ചതിച്ചപ്പോൾ ശ്രീപ്രിയ ആത്മഹത്യക്കൊന്നും ശ്രമിക്കാതെ നേരെ പോയി അടുത്ത ഇണയെ കണ്ടെത്തുകയായിരുന്നു, രാജ്കുമാറും ശ്രീപ്രിയയും ചേർന്ന് ഇപ്പോൾ ചെന്നൈയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു. ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുണ്ട് അവർക്ക്. മാത്രമല്ല സന്തുഷ്ടമായ ഒരു ജീവിതം കൂടിയാണ്. രാജ്കുമാറിൻ്റെ ചേച്ചിയാണ് MGR ലത എന്നറിയപ്പെട്ടിരുന്ന ലതയാണ് രാജ്കുമാറിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പാർവതിയാണ് മലയാള സിനിമയിലെ രാജ്കുമാറിൻ്റെ ആദ്യ ചിത്രം. ആ ചിത്രത്തിൽ ലതയും അഭിനയിച്ചിരുന്നു. ഒരു കാലത്ത് രാജ്കുമാറിന് മലയാളത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത പൂച്ച സന്യാസി, വൃദ്ധന്മാരെ സൂക്ഷിക്കുക തുടങ്ങിയ ഹാസ്യ ചിത്രങ്ങളിലൊക്കെ രാജ്കുമാർ അസാധ്യ പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമിഴിൽ രാം ലക്ഷ്മൺ തുടങ്ങിയ ചിത്രങ്ങളിൽ കമലിൻ്റെ കൂടെ അഭിനയിച്ചു രാജ്കുമാർ. പിന്നീട് അദ്ദേഹം ഔട്ടായി. സ്വാഭാവികമായി രാജ്കുമാറിന് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. ഒന്ന്, ശബ്ദമില്ലാത്ത ഒരു നടനായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി വേറൊരാൾ ഡബ് ചെയ്യേണ്ടി വന്നു. നല്ലൊരു ശബ്ദം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. പൊക്കക്കുറവ്, ഉയരക്കുറവ് അദ്ദേഹത്തിൻ്റെ പരിമിതിയായിരുന്നു. എന്തായാലും ശ്രീപ്രിയയുടെ ആദ്യത്തെ പ്രണയം തകർന്നെങ്കിലും രണ്ടാമത്തെ പ്രണയം വിജയിച്ചു. ശ്രീപ്രിയയും രാജ്കുമാറും ഏറെക്കാലം ആരോഗ്യ സൗഖ്യത്തോടു കൂടി വാഴട്ടെ എന്ന് സിനിമ കേരള ആശംസിക്കുന്നു.